മണി മുതലാണ് 2 മണിക്കൂർ ചർച്ച നടക്കുക. ട്രഷറി നിയന്ത്രണം പദ്ധതി പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്ന് പ്രതിപക്ഷം നൽകിയ നോട്ടീസിൽ പറയുന്നു. മാത്യു കോഴൽനാടനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഈ സമ്മേളന കാലയളവിലെ 4ാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണിത്. സെയ്ഫ് സൈനുലാബ്ദീൻ തുടരുന്നുണ്ട്. സെയ്ഫ്, സർക്കാർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നായിട്ട് ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി മാറിയിട്ടുണ്ടോ? നമുക്കറിയാവുന്ന പോലെ ആദ്യം വന്നത് ഇപ്പോൾ ഈ ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. അത് എല്ലാവർക്കും വിസിബിളായ ഒരു പ്രശ്നമായിരുന്നു. അത് കേരളം അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. അതിൽ പ്രതിപക്ഷത്തിന് ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയുന്ന വിഷയവുമായിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിലും എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ സത്യത്തിൽ ഇപ്പോൾ വളരെ ദൃശ്യമായി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതിനകത്ത് ഗവൺമെന്റിന് അതിന് മറുപടി പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഏരിയ എന്താണ്? കെ എൻ ബാലഗോപാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിയമസഭയിൽ കാണുന്ന ഒരു രീതിയുണ്ട്. കെ എൻ ബാലഗോപാൽ ആ വിഷയത്തിൽ കണക്കുകൾ നിരത്തിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ബാലഗോപാൽ. ഇപ്പോൾ ട്രഷറി നിയന്ത്രണം എന്ന് പറയുന്നു, അതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് പദ്ധതികൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ആരോപണം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നു. പക്ഷേ ട്രഷറി നിയന്ത്രണം എന്നതിനപ്പുറത്തേക്ക് കടന്ന് സംസ്ഥാന സർക്കാർ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ കെ എൻ ബാലഗോപാൽ പറയാൻ പോകുന്നത്, ട്രഷറി പൂട്ടിയിട്ടില്ല. ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് അത് മറികടക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പല കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുത്തു വരികയാണ്, വികസന പദ്ധതികൾ നടന്നു വരുന്നു. അതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോയിട്ടില്ല, ശമ്പളം മുടങ്ങിയിട്ടില്ല, ട്രഷറി പൂട്ടിയിട്ടില്ല തുടങ്ങിയ വാദങ്ങളായിരിക്കും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ വലിയ ഞെരുക്കം സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നുണ്ട്. വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വായ്പ എടുക്കാനുള്ള കടമെടുപ്പ് പരിധി, കടമെടുക്കുന്നത് കേരളത്തിന്റെ വായ്പാ പരിധിയിലേക്ക് ഉൾപ്പെടുത്തി കടമെടുക്കാനുള്ള പരിധി കുറയ്ക്കുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടയിൽ പോലും സംസ്ഥാന സർക്കാർ അതിനെ മറികടന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന വാദം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ നിഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യ ദിവസം വരുന്നത് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അത് വലിയ രാഷ്ട്രീയ ചർച്ച കേരളത്തിൽ ഉണ്ടാക്കി. എ കെ ആന്റണി പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ പറയേണ്ടത്, അത് വർഷങ്ങൾക്ക് ശേഷമാണ് പത്രസമ്മേളനം വിളിച്ച് എ കെ ആന്റണി കാര്യങ്ങൾ പറയുന്നത്. പിന്നീട് തുടർച്ചയായ 2 ദിവസം, അത് കഴിഞ്ഞുള്ള തുടർച്ചയായ 2 ദിവസവും അടിയന്തര പ്രമേയ ചർച്ച സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്നത് നമ്മൾ കണ്ടു. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് അമീബിക് മസ്തിഷ്കജ്വരം, അതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ച അവസാനിച്ചു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് എഡ്ജെടുക്കാൻ കഴിയും എന്നുള്ള തോന്നലുള്ള വിഷയങ്ങൾ മാത്രമാണ് സാധാരണഗതിയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. ഇത് കെ എൻ ബാലഗോപാൽ വളരെ കോൺഫിഡൻസോട് കൂടിയാണ് അദ്ദേഹം ഇന്നിപ്പോൾ ഈ ചർച്ചയാകാം എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചത്. ഒരുപക്ഷെ ഈ ചർച്ച നടക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിന് എഡ്ജെടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ ചർച്ച തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് അനുമതി നൽകേണ്ടയാൾ. മുഖ്യമന്ത്രിയോട് കൂടിയാലോചിച്ചാണ് ഇത് ചെയ്യുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് ചർച്ച നടക്കട്ടെ, അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ, നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയാം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ഈ സഭാ സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒക്ടോബർ മാസം 10-ന് ഈ സഭ അവസാനിക്കും. ഈ സഭാ സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ ഏതാണ്ട് ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിയുമ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതുകൊണ്ട് വരുന്ന വിഷയങ്ങളെല്ലാം സഭയ്ക്കുള്ളിൽ തന്നെ, ഫ്ലോറിനുള്ളിൽ തന്നെ ചർച്ച ചെയ്യാം എന്നുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ 4ാമത്തെ അടിയന്തര പ്രമേയ ചർച്ച. അപ്പോൾ സഭാ സമ്മേളനം ഞാൻ വർഷങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചർച്ച അങ്ങനെ അനുവദിക്കാറില്ല, വളരെ അപൂർവമായിട്ട് മാത്രമാണ് ചർച്ച അനുവദിക്കാറ്. പക്ഷേ ഈ സഭാ സമ്മേളന കാലയളവിൽ തന്നെ ഒരു സഭയിൽ ചിലപ്പോൾ ഒന്നും അനുവദിക്കാതിരിക്കും, ചിലപ്പോൾ ഒരെണ്ണമൊക്കെ അനുവദിക്കും. പക്ഷേ ഈ സഭാ സമ്മേളന കാലയളവിൽ കുറച്ച് ദിവസം മാത്രം നടക്കുന്ന ഈ സഭാ സമ്മേളന കാലയളവിൽ 4ാമത്തെ ചർച്ച നടക്കുന്നു. ഈ സർക്കാരിൻ്റെ കാലത്ത് 17ാമത്തെ ചർച്ച നടക്കുന്നു. എഡ്ജെടുക്കാൻ കഴിയുമോ എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ നിഷാദ് ഈ ചർച്ച കൂടി നടക്കട്ടെ എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുന്നു. ശരി, സെയ്ഫ് സൈനുലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയ തിരുവനന്തപുരത്ത് നിന്നും. സാമ്പത്തിക പ്രതിസന്ധി മൂലം പലയിടത്തും പദ്ധതികൾ മുടങ്ങുന്നു, മര്യാദയ്ക്കുള്ള ഫണ്ട് ഫ്ലോ നടക്കുന്നില്ല എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ സർക്കാരിനോട് ഈ വിഷയത്തിൽ നിയമസഭയിലെ മറ്റെല്ലാ നടപടിക്രമങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ഗവൺമെന്റ് അക്കാര്യത്തിൽ ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. സാമ്പത്തികമായ പ്രതിസന്ധി ഉള്ളപ്പോൾ തന്നെയും കാര്യങ്ങളെല്ലാം സ്മൂത്തായി കൊണ്ടുനടക്കാൻ കഴിയുന്നുള്ള കോൺഫിഡൻസ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർക്കാർ പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടത്. കാരണം ഈ ഓണക്കാലത്ത് പ്രയാസങ്ങളില്ലാതെ എല്ലാ മേഖലയും കൊണ്ടുപോയി എന്ന് ഗവൺമെന്റ് നേരത്തെ അവകാശപ്പെടുന്നത് നാം കണ്ടതാണ്. എവിടെയെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുകയോ ആരുടെയെങ്കിലും ഫണ്ടോ ഉത്സവത്തെയോ മുടങ്ങുന്ന നിലയുണ്ടായില്ല. സ്ഥാപനങ്ങളിലെല്ലാം ആവശ്യത്തിന് പ്രോഡക്റ്റുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണക്കാലത്തെ
നന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിന്റെ ആ കണക്ക് ഒരുപക്ഷെ നിയമസഭയിൽ സർക്കാർ വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എല്ലായ്പ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഉയർത്തുന്ന ഒന്നായിരിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ ഈ വായ്പാ നയത്തിലടക്കം നമ്മളോട് സ്വീകരിക്കുന്ന സമീപനങ്ങളെ വിമർശിക്കാതെ സംസ്ഥാനത്തെ നിങ്ങൾ ഉന്നം വയ്ക്കുന്നത് എന്തെന്ന മറുചോദ്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി വന്നേക്കാം. അതേസമയം ഗവൺമെന്റ് ഫിനാൻസ് മാനേജ്മെന്റിൽ കാണിക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനമായിരിക്കാം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തുനിന്ന് വരിക. എന്തായാലും 12 മണി മുതൽ 2 മണി വരെ ആ ചർച്ചയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രവേശിക്കാൻ പോവുകയാണ്.